നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതിന് വേണ്ടി അധികം സമയം കളയണ്ട. എനിക്കിഷ്ടം വേണ്ടേ. പൈൽസ്, ഹെമറോയിഡ്സ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖമാണ് കേട്ടോ ഈ മൂലക്കുരു. വല്ലാത്ത അസ്വസ്ഥതയാണെന്നാണ് പറയുന്ന ആ രോഗത്തിന്. എനിക്ക് വന്നിട്ടില്ല. ഇപ്പൊ ചോദ്യം വരും, നിനക്ക് വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടില്ല. എല്ലാ അസുഖവും നമ്മൾ വന്നിട്ടല്ലല്ലോ മനസ്സിലാക്കുന്നത്. അതുള്ളവർ അനുഭവിക്കുന്ന ആ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടല്ലോ, വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ഈ വല്ലാത്തൊരു ചൊറിച്ചിലും വേദനയും എല്ലാം കൂടെ ഇടകലർന്ന ഒരു അസ്വസ്ഥതയാണ് അതിനുണ്ടാകുക എന്നതാണ് ഞാനൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്തരം രോഗികൾക്ക് അവരുടെ വർക്ക് പെർഫോമൻസിനെയൊക്കെ വലിയ രീതിയിൽ അത് ബാധിക്കും. ഈ രോഗത്തെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നു, അപ്പോഴങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് അസംബന്ധമായതുകൊണ്ട് തന്നെ, അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വല്ലാത്ത ഒരു സംതൃപ്തി പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു റിപ്പോർട്ടർ അവിടെ ഉണ്ടായല്ലോ. ചാനലുകളിലെ അത്രയും പ്രതിനിധികൾ മുന്നിൽ വന്ന് ഇരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നത്. ഒരാൾ പോലും തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെടില്ല. ഇപ്പോൾ തന്നെ ആ മാസപ്പടി കേസിൽ SFIO തൽക്കാലം അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. 2 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് ആ റിപ്പോർട്ടർ ചോദിച്ചത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് ആ മണിക്കൂറിൽ ിരിക്കുന്ന വാർത്തയാണ് കേരളത്തിൽ. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് ഒരു മുഖ്യമന്ത്രി ഇത്രയും അസ്വസ്ഥനാകുന്നത്. അസംബന്ധം പറയരുതെന്നാണ് മുഖത്ത് നോക്കിയ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞത്. നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. വളരെ ആപ്റ്റായിട്ടുള്ള മറുപടി പറഞ്ഞ് വായ അടപ്പിച്ച് കളഞ്ഞു മുഖ്യമന്ത്രിയുടെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് അസംബന്ധമാണോ? വളരെ കറക്റ്റ് അല്ലേ ആ ചോദിച്ചത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് ബാക്കി അത്രയും മാധ്യമ പ്രവർത്തകരെ അണ്ണാക്കിൽ അവരുടെ നാക്കിറക്കി വെള്ളം കുടിച്ചിട്ട് അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നു തോന്നുന്നു. കാരണം ഒരാൾ പോലും ആ മാധ്യമ പ്രവർത്തകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടില്ല. അതിന് മറുപടി പറയിക്കാതെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കരുതായിരുന്നു. അതായിരുന്നു ആ മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം കൂടിച്ചേർന്ന് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഇവിടെ വരുന്ന പ്രശ്നങ്ങൾ. 100-ൽ 1 കാണും സംസാരിക്കാൻ, അതും വിരളമായിട്ട്, 1000-ൽ 1 പറയാം. പിന്നെ അയാൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിലേക്ക് മാധ്യമപ്രവർത്തകർ കടക്കുന്നതാണ് കണ്ടത്. ചുമ്മാ വാലാട്ടി നിൽക്കുന്ന, വെറുതെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തനം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെയാണ് ആ കൂട്ടത്തിൽ ഭൂരിഭാഗവും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് ദിവ്യ എസ് അയ്യരെ കുറിച്ചാണ്. ദിവ്യ എസ് അയ്യർ ഇങ്ങനെ രാകേഷിനെ പുകഴ്ത്തിയതിൽ അങ്ങേയും പണ്ട് പുകഴ്ത്തിയിരുന്നു, അതിനെതിരെയും ഒക്കെ ഇങ്ങനെ സൈബർ അറ്റാക്കുകൾ നേരിട്ടിരുന്നു, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ അതിനെക്കുറിച്ച് വാചാലനാകാൻ പറ്റുമല്ലോ, ആ പക്വതയില്ലാത്ത മനസ്സിന്റെ ജൽപ്പനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അങ്ങ് തള്ളി മറയ്ക്കുന്നത് കണ്ടു. പറയേണ്ട, തന്നെ ബാധിക്കുന്ന, തന്നെ നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വാതുറന്നൊരക്ഷരം പറയാൻ പേടി കാണിക്കുന്ന മുഖ്യമന്ത്രി അസഹിഷ്ണുതയിൽ പൊതിഞ്ഞ് ആ ഭയം വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ലൈവായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഇത്രയും അസ്വസ്ഥനാകുന്ന മുഖ്യമന്ത്രി ഒറ്റയ്ക്ക്, മുഖ്യമന്ത്രിക്ക് പിടിക്കാത്ത ആളുകളെ കണ്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പക്ഷെ ഏതായാലും ആ ചോദ്യം ചോദിച്ച റിപ്പോർട്ടർക്ക് വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ. ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആ കിഴങ്ങുകൾക്ക് ഏത് രീതിയിൽ മറുപടി പറയണമെന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഭാഷയിൽ കിട്ടുന്നില്ല. ഇതിനു മുമ്പും പലതവണ ചെയ്തിട്ടില്ലേ? കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ലൈവായിട്ട് എല്ലാ റിപ്പോർട്ടേഴ്സിന്റെ മുന്നിൽ വെച്ച് ക്യാമറയും തുറന്നു പിടിച്ച് ലൈവായിട്ടല്ലേ ഇതൊക്കെ ഇവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചാനലുകാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ തന്നെ മറുപടി പറയിപ്പിച്ചിട്ടേ വിടാവുള്ളൂ. ഈ കടക്ക് പുറത്ത് എന്ന് പറയാൻ ഇവരുടെ കുടുംബ വീട്ടിലല്ല കയറി ചെല്ലുന്നത് മാധ്യമപ്രവർത്തകർ. അല്ലെങ്കിൽ കോരന്റെ മകൻ വിജയനോടല്ല മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റെല്ലാ നേതാക്കൾക്കും പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അതിന് തടസ്സം നിൽക്കുന്ന അത് ആരാണെങ്കിലും അവിടെ കൃത്യമായിട്ട് നിന്ന് ചോദ്യം ചെയ്യണമെങ്കിൽ അത് നട്ടെല്ല് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഒരു അവതാരക സ്റ്റേജിൽ സംസാരിച്ചതിന് പിന്നാലെ അവർ നന്ദി പറഞ്ഞതിന് നന്ദി, നിങ്ങൾ നടത്തിയ പ്രസംഗത്തിന് നന്ദി എന്നൊന്ന് പറഞ്ഞതിന് തിരിഞ്ഞു നിന്നിട്ട് അത്രയും ആളുകളുള്ള ആ ഒരു സദസ്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞെന്താ? അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ടെന്ന്. അപ്പൊ ഇമ്മാതിരി പ്രവർത്തനങ്ങൾ നമ്മളോട് കാണിക്കുന്നവരുടെ അടുത്ത് അമ്മാതിരി ഡയലോഗുകൾ തന്നെ തിരിച്ച് പറയാൻ കഴിയണം. ഇപ്പൊ അവതാരകയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അതിന് മാപ്പ് പറയിക്കാതെ വിടില്ലായിരുന്നു. കേരള മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, പ്രധാനമന്ത്രി ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അയാളെ തെറിവിളിക്കുകയല്ലല്ലോ ചെയ്തത്. നിങ്ങൾ ചെയ്ത നല്ല ഒരു പ്രസംഗം നടത്തി, അതിന് നന്ദി. ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, അതാണ് അവർ ചെയ്തത്.
അപ്പൊ അങ്ങനെ പറയുമ്പോൾ തിരിഞ്ഞു നിന്ന് സംസാരിക്കാൻ ആരും ഒരു ധൈര്യം കാണിക്കുന്നില്ല. അത് തന്നെ വളമായിട്ട് കരുതിക്കൊണ്ടാണ് മുന്നോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും 4 ഒടിച്ചു മടക്കാൻ സന്ദർഭം കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്ത ആ റിപ്പോർട്ടർക്ക് വളരെ നന്ദി. എനിക്ക് തോന്നുന്നത് അത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറാണ് എന്നാണ് തോന്നുന്നത്, കൃത്യമായിട്ട് അറിയില്ല. പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടറെ തിരഞ്ഞു പിടിച്ച് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത് ആവശ്യമില്ലാതെ ചോദിക്കുന്നത്, ഇത് തന്നെ നിങ്ങളുടെ ജോലി, നിങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ടേ ഇരിക്കും അസംബന്ധം. എന്ത് അസംബന്ധമാണ്? നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഈ ജഗതി ഏത് സിനിമയിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അനാവശ്യങ്ങളായിരിക്കും. അങ്ങനെ പറഞ്ഞ് ബബ്ബ അടിച്ച് തഴുതപ്പാ നോക്കിയിട്ട് കാര്യം തുറന്ന് കൃത്യമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ കിടന്നുകൊണ്ട് ബബ്ബ അടിക്കുന്നത്? നിയമസഭയിൽ കൈ 2 ഉയർത്തിപ്പിടിച്ച് കാണിച്ചിട്ട് പറഞ്ഞല്ലോ എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് എന്തെങ്കിലും നീ ഒന്ന് പോയി തുടങ്ങുക എന്ന് പറഞ്ഞാണ് കോടികളെടുത്ത് മറിച്ചതെന്ന്. കോടിക്കണക്കിന് രൂപ പെൻഷൻ കിട്ടുന്ന, ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ കിട്ടുന്ന ഏത് ജോലിയാണ് നിങ്ങളുടെ ഭാര്യ ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ധൈര്യപ്പെടുമോ? കാര്യമൊക്കെ ശരിയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെയാണ് പലപ്പോഴും വിചാരിക്കും ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ചാലും ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട സാധനമല്ലല്ലോ ബഹുമാനം. നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയത്തില്ലേ? മനുഷ്യർക്ക് ഇങ്ങോട്ട് ബഹുമാനം കിട്ടുമ്പോഴേ തിരിച്ചും അങ്ങോട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓരോ മാധ്യമപ്രവർത്തകരോടാണെങ്കിലും ഓരോ സാധാ വോട്ടർമാരോടാണെങ്കിലും ആരോടാണെങ്കിലും ഇടപെടേണ്ടതിന് ഒരു രീതിയുണ്ട്. എങ്കിൽ മാത്രമേ തിരിച്ച് അവർക്ക് ബഹുമാനം നമ്മൾ കൊടുക്കുകയുള്ളൂ, സ്നേഹവും പരിഗണനയും കൊടുക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും മാധ്യമപ്രവർത്തകരോടുള്ള എളിയ ഒരു അപേക്ഷ ഇത് മാത്രമാണ്. നമ്മുടെ ജോലി നമ്മൾ ആരെങ്കിലും ഭയന്നാൽ അല്ലെങ്കിൽ അനീതിയെ ഭയന്നാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ കഴിയില്ല. മൈക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തലകുനിച്ചിരിക്കാനല്ല ഈ ജേർണലിസം പഠിച്ച് പുറത്തിറങ്ങുന്നത്. അതല്ല നമ്മുടെ കർത്തവ്യം. 4ാം തൂണാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കൂടെ ഉണ്ടാവണം. അയാൾ അത്രയും ധൈര്യത്തോടു കൂടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ശരി അസംബന്ധമാണ് ഞാൻ പറയുന്നത്, എൻ്റെ സ്വഭാവം മോശമാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം എന്നുവരെ പറഞ്ഞ് ആ മുഖ്യമന്ത്രിയുടെ ആ ധാർഷ്ട്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രയും റിപ്പോർട്ടർമാർ കൂടെ ഇരുന്ന് മിണ്ടാതെ കുനിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ണാടിയിൽ നോക്കി തുപ്പണം, മുഖത്തടിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.